ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂവിൽ പരാജയപ്പെടാൻ കാരണം കോൺഫിഡൻ്റായി സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ കഴിയാത്തത് കൊണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 15 വർഷത്തെ എൻ്റെ കരിയർ ഗൈഡൻസ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമസ്കാരം, ഞാൻ രാംജിത്ത്. വെൽക്കം ടു രാമിഫിക്കേഷൻ. നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തേതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ക്വസ്റ്റ്യനാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് അഥവാ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉത്തരം പറയാൻ സ്ട്രഗിൾ ചെയ്യുന്നതും ഈ ഒരു ചോദ്യത്തിനാണ്. നമ്മൾ പറയാറില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. ഒരു ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് ഇത് അക്ഷരം പ്രതി ശരിയാണ്. കാരണം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് നിങ്ങളെ തുടർന്നങ്ങോട്ട് കേൾക്കാനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവർക്കുള്ള ഇന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പാളി പോയി കഴിഞ്ഞാൽ തുടർന്നങ്ങോട്ട് നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂവറിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായി എന്നാൽ അതേസമയം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്ന് നോക്കാം. ഇതിനായി നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനെ 5 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ 5 ഭാഗങ്ങളായി തിരിച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയി തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ കഴിയും. ഇതിൽ ആദ്യത്തെ ഭാഗം ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂവറിനോട് പറയുന്നതാണ്. ഉദാഹരണമായി, ഐ ആം അമൽ, ഐ ആം 22 years old. ഇത് നിങ്ങളുടെ പേരും വയസ്സും നിങ്ങൾ ഇൻ്റർവ്യൂവറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ലൊക്കേഷൻ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു തിരുവനന്തപുരത്തുകാരനാണ്. ഇപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു കമ്പനിയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാം. ഉദാഹരണമായി കരമനയെന്നോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവെന്നോ ശാസ്തമംഗലമെന്നോ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതല്ല, നിങ്ങളിപ്പോൾ ഒരു കൊച്ചിയിലെ കമ്പനിയിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങൾ തിരുവനന്തപുരത്തുകാരനാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ ഐ എം ഫ്രം തിരുവനന്തപുരം എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഐ എം അമൽ, ഐ ആം 22 years old, ഐ എം കമ്മിങ് ഫ്രം ട്രിവാൻഡ്രം. കഴിഞ്ഞു. ഇനി നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിലെ രണ്ടാമത്തെ ഭാഗം എക്സ്പീരിയൻസ്. ഇത് ഫ്രഷേഴ്സിന് ബാധകമല്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇത് പറയുമ്പോൾ ആദ്യം നമുക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയണം. അത് കഴിഞ്ഞ് നമ്മുടെ ജോബ് പ്രൊഫൈൽ എന്തായിരുന്നു എന്നുള്ളത് പറയണം. അതും കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് പറഞ്ഞിട്ട് കമ്പനിയെക്കുറിച്ച് ഒരു 1-2 വാക്കിലൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഉദാഹരണമായി, ഐ ഹാവ് 2 years വർക്ക് എക്സ്പീരിയൻസ് ആസ് എ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ. ഐ വർക്ക്ഡ് ഇൻ ഇൻഫോസിസ് വിച്ച് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് IT കമ്പനീസ് ഇൻ ഇന്ത്യ. ഇനി മൂന്നാമത്തെ ഭാഗം എഡ്യൂക്കേഷൻ. നമ്മൾ സാധാരണയായി നമ്മളുടെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ SSLC, +2, അത് കഴിഞ്ഞ് ഡിഗ്രി, അങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏതാണോ അതായിരിക്കണം ആദ്യം പറയേണ്ടത്. ഉദാഹരണമായി, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫ്രം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഇങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ഇനി അതിന് ശേഷമുള്ള നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടൊന്നും ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കണം. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഏത് പ്രൊഫൈലിലേക്കാണോ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നത് ആ പ്രൊഫൈലിന് റിലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് പറയുക. ഇപ്പോൾ നിങ്ങളൊരു ജോബ് പ്രൊഫൈൽ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറുടെ പ്രൊഫൈലിലേക്കാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പണ്ടെപ്പോഴെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചോളൂ, അത് നിങ്ങൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. കാരണം അത് ഒരു വിധത്തിലും നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്ന് പറയുന്ന ജോബ് പ്രൊഫൈലിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് സിമ്പിളായി അത് പറയാതിരിക്കുക. നാലാമതായി നിങ്ങളുടെ ആംബിഷൻസ് ആൻഡ് ഹോബീസ്. ഇത് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആംബിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബി, ഇത് നിങ്ങൾ ഏത് പ്രൊഫൈലിലേക്കാണോ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നത് ആ പ്രൊഫൈലിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുമെങ്കിൽ മാത്രം അത് പറയുക, അല്ലെങ്കിൽ പറയാതിരിക്കുക. ഉദാഹരണമായി, നിങ്ങളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറുടെ പ്രൊഫൈലിലാണ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറുടെ ഇൻ്റർവ്യൂ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആംബിഷൻ, ഇഫ് യുവർ ആംബിഷൻ ഈസ് ടു ബിക്കം എ റൈറ്റർ, നിങ്ങളതൊരിക്കലും പറയരുത്. കാരണം
അത് റൈറ്റർ ആവുക എന്ന് പറയുന്ന ഒരു വിധത്തിലും ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ പ്രൊഫൈലിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇനി ഏറ്റവും അവസാനത്തേതും അഞ്ചാമത്തതുമായ ഭാഗം ഫാമിലി. നമ്മൾ നമ്മുടെ ഫാമിലിയെ കുറിച്ചിട്ടൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഒരു തെറ്റാണ്, ഇൻ്റർവ്യൂ തുടങ്ങി നമ്മുടെ ഐഡൻറ്റിറ്റി പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫാമിലിയെ കുറിച്ചിട്ട് പറയും. ഫാമിലിയെ കുറിച്ചിട്ട് പറയുന്നത് മാത്രമല്ല, വീട്ടിലെ പെറ്റ്സ് ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഇൻ്റർവ്യൂവിനോട് പറയും. ഇങ്ങനെ നമ്മൾ ചെയ്യരുത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് നിങ്ങളെ കേൾക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇൻ്റർവ്യൂവർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും അവസാനം ഫാമിലിയെ കുറിച്ചിട്ട് പറയുക. അതും വളരെ ബ്രീഫായി 2-3 വാക്കുകളിൽ അവസാനിപ്പിക്കുക. ഉദാഹരണമായി, മൈ ഫാദർ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി, മൈ മദർ ഈസ് എ ഹോം മേക്കർ, ഐ ഹാവ് എൻ എൽഡർ ബ്രദർ ഹു ഈസ് വർക്കിംഗ് ഇൻ സം അതർ കമ്പനി. കഴിഞ്ഞു, ഇത്രയും മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 5 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്നുള്ളത് നോക്കാം. താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 5 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നതെന്ന് നോക്കാം. താങ്ക്സ് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം അമൽ. I am 22 years old. I belong to Thiruvananthapuram. I have 2 years experience as a software developer. I work with Infosys, which is one of the biggest IT companies in India. I have completed my BTech in Electronics and Communication from College of Engineering, Thiruvananthapuram. In my leisure time, I used to participate in hackathons. My family consists of 3 members. Myself and my mother, she is a homemaker. My father is a government servant. നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഇൻ്റർവ്യൂവും വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ കോൺഫിഡൻ്റായി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഇതിനായി ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഇതൊന്ന് എഴുതി നോക്കുക. അതിനുശേഷം ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇതുപോലുള്ള കരിയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സംബന്ധമായ ഇൻഫർമേഷന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക.